അമ്മച്ചി 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 വേണ്ട, അമ്മച്ചി വേണ്ട, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹനിമോളെ, അമ്മച്ചി, ഹനിമോളെ വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ടടാ, നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. അമ്മച്ചി അരുത്, അമ്മച്ചി വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മച്ചി അരുത്, അമ്മച്ചി, ഞാൻ അനുസരിക്കാം, ഞാൻ അനുസരിക്കാം, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം. വാതിൽ തുറക്ക് പ്ലീസ്. ഇല്ലടാ, നിന്നെ വിശ്വസിച്ചോളം മതിയായി ഞങ്ങൾക്ക്. ഇനി ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കി അവളുടെ പുറകെ പോകില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ മാനം കെട്ട് ജീവിക്കുന്നിടത്തോളം ദേ ഇങ്ങനെ തീർന്നാ നല്ലത്. അമ്മച്ചി, അമ്മച്ചി വേണ്ട, വേണ്ട, വേണ്ട അമ്മച്ചി, എനിക്കിനി അവളെ വേണ്ട. അമ്മച്ചിയാണ് സത്യം. അമ്മച്ചി, അമ്മച്ചി പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം, അനുസരിച്ചോളാം. ആരെ വേണമെങ്കിലും ഞാൻ കെട്ടാം, ആരെ വേണമെങ്കിലും ഞാൻ കെട്ടാം. അമ്മച്ചി, അമ്മച്ചിയാണ് സത്യം. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചോളാം. ആരെ വേണമെങ്കിലും ഞാൻ കെട്ടാം, പ്ലീസ്, കെട്ടിക്കോളാം, ഞാൻ കെട്ടിക്കോളാം. ആരെ വേണമെങ്കിലും ഞാൻ കെട്ടിക്കോളാം. വാതിലൊന്ന് തുറക്ക്, വാതിലൊന്ന് തുറക്ക്, ഞാൻ ആരെ വേണമെങ്കിലും കെട്ടിക്കോളാം. അമ്മച്ചി, സത്യമായിട്ട് ഞാൻ കെട്ടിക്കോളാം. അമ്മച്ചി ഒന്ന് പറ, ഞാൻ ആരെ വേണമെങ്കിലും കെട്ടിക്കോളാം, അതൊന്ന് പറ പ്ലീസ്. ഞാൻ കെട്ടാം, അവളെ തന്നെ ഞാൻ മിന്നു കെട്ടിക്കോളാം. ഒന്ന് പറ അമ്മച്ചി. സമ്മതിച്ചില്ലേ അമ്മച്ചി? അമ്മച്ചി, ഞാൻ കെട്ടിക്കോളാം, ഞാൻ കെട്ടിക്കോളാം അമ്മച്ചി, പ്ലീസ് വാതിൽ തുറക്ക. അമ്മച്ചി വാതിൽ തുറക്ക, അമ്മച്ചി വാതിൽ തുറക്ക. എന്തിനാ കർത്താവ് എനിക്ക് ചട്ടുകൾ തന്നത്? അതുകൊണ്ടല്ലേ ഞാൻ എന്നെ വിട്ടിട്ട് എങ്ങും പോകാൻ പറ്റാത്തത്. അനിമോളെ, നീ എന്താ കാണിക്കുന്നത്? അനിമോളെ പറയുന്ന കേക്ക്, നിർത്ത് മോളെ, നിർത്താൻ, നിർത്ത് മോളെ. എടി, രണ്ടുപേര് മാത്രം ഉണ്ടത് കഴുകാതെ ആ സിങ്കി കിടക്കുന്ന കൂടൊന്ന് കഴുകി വെച്ചാ കയ്യിലെ വളയൊന്നും ഊരിപ്പോവില്ല. രണ്ടുപേരും ഇവിടെ മൂക്കുമുട്ടം തിന്നുറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടേ? ഞാൻ കഴുകി വെച്ചോളാം ആന്റി.
അതവിടെ വെച്ചേ. അത് നിനക്ക് തിന്നാൻ ഉണ്ടാക്കിയതല്ല, രാജിയുടെ കൂട്ടുകാർക്ക് കൊടുത്തുവിടാനുള്ളതാ. അവിടെ വെക്കാൻ. എനിക്ക് വേണം. അയ്യടി, ഇള്ള കുഞ്ഞല്ലേ വാശി പിടിക്കാൻ. അതിന്ന് ഒരെണ്ണം എടുക്കാൻ പറ്റില്ല. വേണം, എനിക്ക് വേണം. ആഹാ, പിന്നെ ചക്കയപ്പം നിന്നെ മുട്ടിയിരിക്കില്ലേ കൊച്ചിന്? ഇത്രയ്ക്ക് കൊതി തോന്നാൻ നിനക്ക് എന്താ വയറ്റിലുണ്ടോ? ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞെ. വേണം ചേച്ചി അതിന് കൊടുത്തേ. എനിക്ക് വേണം. അതും കൊടുക്കാൻ. എടി, ഇവക്ക് വല്ല പലഹാരം തിന്നാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ നിന്റെ കാശ് കൊണ്ട് നീ വാങ്ങിച്ചു കൊടുക്കണം. അല്ലാതെ ഞങ്ങളുടെ പാത്രത്തിൽ കൈയിടുകയല്ല വേണ്ടത്. വിശപ്പിന് വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും, അല്ലാതെ കടിയും കൊറിയും സ്പെഷ്യലും ഒന്നും മോഹിച്ചേക്കരുത്. നക്കി തിന്നാൻ ഉപ്പിന് ഗതിയില്ല, എന്നിട്ട് ആർത്തിക്ക് ഒരു കുറവുമില്ല. ചേച്ചി വാ. എനിക്ക് വേണം. വരാൻ. എനിക്ക് വേഞ്ഞ എനിക്ക് വേണം. കൊതി മുന്നോട്ട് നാണം പുറകോട്ടും. ശോ, ഇനി ഇത് കഴിച്ച കൊച്ചുങ്ങളുടെ വയറ്റി പിടിക്കുമെന്തോ. വന്നു കയറി മനുഷ്യന്റെ സമാധാനം കളഞ്ഞൊന്ന് പറഞ്ഞാ മതിയല്ലോ. ചേച്ചി, ഇത് നമ്മുടെ വീടല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും പാടില്ല. ആരും ഇല്ലാത്തവരാ ചേച്ചി നമ്മള്. അപ്പൊ കിട്ടുന്ന കൊണ്ട് തൃപ്തിപ്പെടണം. ഞാൻ പറയുന്ന ചേച്ചിക്ക് മനസ്സിലായോ? വേണം, എനിക്കത് വേണം. എനിക്കത് വേണം. ചക്കയപ്പം വേണം. എനിക്ക് മനസ്സിലായി ചേച്ചി. എന്റെ ചേച്ചിക്ക് ഞാൻ ഉണ്ടാക്കി തരാം. രാത്രിയാവട്ടെ, എല്ലാരും ഉറങ്ങിയ ശേഷം ഞാൻ ഉണ്ടാക്കി തരാം. വേണം, എനിക്കത് വേണം. തരാം, ഞാൻ ഉണ്ടാക്കി തരാം. വേണം. ചേച്ചി, ഒന്ന് എഴുന്നേറ്റ്. ചേച്ചി, ഇതെന്താന്ന് നോക്കിയേ. ആരും അറിയാതെ ഞാൻ ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? ചേച്ചിക്ക് ഇഷ്ടായോ? അയ്യടാ, മുഴുവൻ ഇന്ന് തന്നെ തിന്നു തീർക്കാൻ നിൽക്കുവാണോ? നാളെയും ചിലപ്പോ കൊതി തോന്നിയാലോ? എനിക്കറിയാം, ചേച്ചിയല്ല ചക്കയപ്പം തിന്നാൻ കൊതിക്കുന്നതെന്ന്. ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാവയുടെ കൊതിയാ ഇതൊക്കെ.
ചേച്ചിക്കിത് വേണമെന്ന് തോന്നിയോണ്ടാ ഈ രാത്രി എന്നെ കഷ്ടപ്പെട്ട് ഞാനിത് ഉണ്ടാക്കിയത്. കഴിക്ക്. ഇനി ഇതുപോലെ പലതിനോടും കൊതി തോന്നും ചേച്ചി. ഇവിടെ ഉള്ളവരോടൊന്നും ചോദിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. ഈ ഉണ്ണിവാവയ്ക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ മതി. വേണ്ടതൊക്കെ ഇതുപോലെ ഞാൻ ഉണ്ടാക്കി തരാം. ഗൗരി, എന്താ എന്താ നീ ഇപ്പൊ ഇവളോട് പറഞ്ഞത്? ഒന്നുകൂടെ പറയടി. നീ പറഞ്ഞ സത്യമാണോ? ഇവള് ഗർഭിണിയാണോ? ആന്റി, അത് ഒരുമ്പട്ടോളെ, രണ്ടിനെ കൊന്നു ഞാൻ കുഴിച്ചു മൂടും. കണ്ടവന്റെ കൊച്ചിനെയും പള്ളയിലിട്ട് എന്റെ വീട് മുടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ ഈ നിമിഷം എന്റെ വീട്ടിൽ ഇറങ്ങിക്കോണം രണ്ടെണ്ണം. അപ്പൊ അപ്പൊ നീ ഭ്രാന്തും പൊട്ടമൊക്കെ അഭിനയിച്ചത് വെറുതെ അല്ലേ? അപ്പൊ ആരും അറിയത്തില്ലല്ലോ. പറയടി രസത്തെ, ആരുടെ സമ്മാനം അടി വയറ്റി കിടന്ന് കിളിക്കുന്നത്? എടി പറയാൻ, എടി പറയാൻ. കണ്ടവന്റെ പഴിഞ്ഞടി നടന്നിട്ട് ഒന്ന് ചെയ്യരുത് പോലും. പറയടി, ആരാടി ഇതിന്റെ ആള്? എടി പറയാൻ. അംബികെ, എന്താ എന്താ ഇവിടെ? എന്താ അംബികെ, കാര്യം എന്താന്ന് വെച്ചാ പറ. ഗൗരി, എന്താ മോളെ കാര്യം? ഞാൻ പറയാം. നിങ്ങളുടെ ഈ പുന്നാരൻ കുട്ടിക്ക് വയറ്റിലുണ്ടെന്ന് കണ്ടില്ലേ? ചേച്ചിക്ക് കൊടുക്കാൻ നമ്മൾ ആരും അറിയാതെ വ്യാക്കപ്പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക ഇവള്. നിന്ന് കണ്ടു പിടിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ ചോദിക്കും മനുഷ്യ. ഇല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളൊക്കെ ഇതിന് സമാധാനം പറയേണ്ടി വരും. പറയടി, ആരാ ഇതിന്റെ ആള്? നിനക്കറിയോ? പറയാൻ. അംബികെ, ഒന്ന് നിർത്ത്. അംബികെ, നീ വന്നേ, നീ ഇങ്ങോട്ട് പറയാൻ പറയട്ടെ. പറയാൻ. ചേട്ടനിങ്ങ് വന്നേ, ചേട്ടനിങ്ങ് വരാൻ. അത് ശരി. അപ്പോ നിങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നല്ലേ ഇതൊക്കെ? കൊള്ളാം. പക്ഷേ ആരൊക്കെ ഒളിച്ചാലും ഈ അംബികയുടെ മുമ്പിൽ ദൈവം കാണിച്ചു തരും. നീ ബഹളം ഉണ്ടാക്കണ്ട. അറിയിക്കാതിരുന്നത് നിന്നെ കൂട്ടി ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് കരുതിയാ. പിന്നെ എന്റെ ടെൻഷനെ കുറിച്ച് ഭയങ്കര ചിന്തയുള്ള ആളാണല്ലോ ഇവരെങ്ങോട്ട് കൊണ്ടുവന്നത്. സുരേട്ടാ, കൂടുതലൊന്നും അറിയാനുമില്ല, പറയാനുമില്ല. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത് മാത്രം പറ. അത് അംബിക, എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇപ്പോ നമ്മളാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ നിലയ്ക്ക് അവളുടെ പേരും എടുത്ത് അവളുടെ കൊച്ചിനെയും വളർത്തി ഇവിടെ അങ്ങ് കൂടാവുന്നു, അതല്ലേ പറയാൻ വരുന്നത്? എങ്കിലേ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കണം. ഇന്നൊരു രാത്രി, അതും പെമ്പിള്ളേരായതുകൊണ്ട് ഞാൻ തരുന്ന ഒരു സൗജന്യം. നാളെ രാവിലെ ആവുമ്പോ രണ്ടിനെ ഞാൻ ഇവിടുന്ന് കെട്ടിച്ചിരിക്കും. അന്നേരം ഞാൻ പിന്നെ പറഞ്ഞു എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. നീ ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയാതെ അംബികെ. നിന്റെ വീട്, നിന്റെ ഇഷ്ടം, അതൊക്കെ ശരി തന്നെ. പക്ഷേ നീ ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടാ അത് നിനക്ക് തന്നെ നാളെ പാരയായിട്ട് വരും. എന്ത് പാര? നിങ്ങൾ ചുമ്മാ ഓരോന്ന് പറഞ്ഞ എന്നെ വരട്ടാൻ നോക്കല്ലേ. ഞാൻ വെറുതെ പറഞ്ഞതല്ലടോ. ഇപ്പോ അവർക്ക് ബന്ധുക്കളായിട്ട് നമ്മളെ ഉള്ളൂവെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നീ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പത്രക്കാരും ചാനലും ഒക്കെ അത് വലിയൊരു വാർത്തയാക്കും.
അത് ശരിയാമേ. ഇപ്പൊ പോലീസുകാരേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് പത്രക്കാരെയും ടി വിക്കാരെയൊക്കെയാ. അത് മാത്രമല്ലടാ മോനെ പ്രശ്നം. മേനോനും പ്രഭയ്ക്കും തോന്നിയതുപോലെ ആ കുട്ടികൾക്കും തോന്നിക്കൂടാന്നില്ലല്ലോ. കിടപ്പാടം പോലുമില്ലാതെ തെണ്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജീവൻ ഒടുക്കുന്നതല്ലെന്ന് ആ കുട്ടികൾക്ക് തോന്നിയാലോ? അപ്പോഴും ലോകര് നമ്മളെയല്ലേ പഴിക്കുള്ളൂ. അത് മാത്രമല്ല, കേസും പുക്കാറും ഒക്കെ ആകുകയും ചെയ്യും. ഇതൊരു ഒഴിയബാധയായി പോയില്ല എന്റെ ഭഗവാനെ. ദേ, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരെ ആയുഷ്കാലം ഇവിടെ വെച്ച് താമസിപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അതിനി എന്ത് തലപോകുന്ന കേസാണെങ്കിലും ശരി. ആയുഷ്കാലം മുഴുവൻ ചോക്കണമെന്ന് ആരാ പറഞ്ഞത്? ഞാൻ നാളെ ഗൗരിയെയും കൂട്ടി വക്കീലിനെ കാണാൻ പോകുന്നുണ്ട്. മേനോന്റെ വീട് കോടതി ഇടപെട്ട് തിരികെ കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നാളെ അറിയാം. മിക്കവാറും നടക്കും. ആ വീട് തിരികെ കിട്ടിയാൽ പിന്നെ നമുക്ക് അവരെ അങ്ങോട്ട് മാറ്റാമല്ലോ. അതൊക്കെ ഇനി ഏത് നൂറ്റാണ്ടി നടക്കുന്ന മനുഷ്യ. അപ്പോഴേക്കും അവള് പെറ്റ കൊച്ചിന്റെ കല്യാണപ്രായമായി കാണും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അംബികെ. ഇപ്പൊ ഇത്തരം കേസുകൾക്ക് ഗവൺമെന്റ് പെട്ടെന്ന് നടപടി എടുക്കുന്നുണ്ട്. ഏറിയാൽ 2-3 മാസം. അതിനുള്ളിൽ അവരുടെ കാര്യം സേഫ് ആകും. നാട്ടുകാരറിഞ്ഞ് നാറ്റക്കേസാക്കാതെ അതുവരെ അവരിവിടെ എങ്ങാനും കഴിഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ നല്ലത്. ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ തന്റെ ഇഷ്ടം. അച്ഛൻ പറഞ്ഞതാ ശരിയമ്മേ. 2-3 മാസത്തെ കാര്യമേ ഉള്ളെങ്കിൽ അവരിവിടെ നിന്നോട്ടെ എന്ന് വെക്കമ്മേ. ഒന്നുമില്ലെങ്കിലും നമ്മൾ കണ്ണീച്ചോരില്ലാത്തവരാണെന്ന് നാട്ടുകാരോപിക്കില്ലല്ലോ. എന്റെ ഒരു ഗതികേടേ. എന്തായാലും ഒരു കാര്യം നീ ഉറപ്പിച്ചോ മോനെ. ആ ഗർഭം ചുമന്ന് അവളെ ഇവിടെ പൊറുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ, എന്ത് വേണോന്ന് എനിക്കറിയാം. നാളെ ഗൗരിയും കുട്ടി വക്കീലിനെ കാണാൻ പോവില്ല നിന്റെ അച്ഛൻ. ആ സമയം ഞാൻ ശരിക്കങ്ങ് ഉപയോഗിച്ചോളാം. പാടി. അപ്പൊ അമ്മച്ചി ഒന്ന് കണ്ണുരുട്ടി കാണിച്ചപ്പോ അവൻ നല്ല കുഞ്ഞാടായി. പക്ഷെ ബെന്നിച്ച, അവന്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും വിശ്വാസമായിട്ടില്ലടാ. കല്യാണത്തിന് മുമ്പ് ഇത്രയും വലിയ സാഹസം കാണിച്ചവൻ അത് കഴിഞ്ഞാലും ഒതുങ്ങാൻ മനസ്സ് കാണിക്കുകയില്ല. അത് ഉറപ്പാ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാലും അവന്റെ മേലൊരു കണ്ണ് ഉണ്ടാവണം. അക്കാര്യമൊക്കെ ചാച്ചൻ എനിക്ക് വിട്ടേക്ക. നമ്മുടെ കൊച്ചിന്റെ കഴുത്തേൽ അവന്റെ ഒരു മിന്ന് വീണ് കഴിഞ്ഞ പിന്നെ അവൻ കിസിങ്ങുകയല്ല. അല്ല, അതിന് അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നമ്മൾ ഒരു ചാൻസ് കൊടുത്തിട്ട് വേണ്ടേ? അഥവാ ഇനി വല്ല ഷോപ്പിങ്ങിനോ പർച്ചേസിങ്ങിനോ പോയാൽ പോലും അവൾ അവന്റെ ഒപ്പം കാണുമല്ലോ. അങ്ങനെ കെട്ടിപ്പൂട്ടിയിട്ട് ചട്ടം പഠിപ്പിക്കലൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ലടാവേ. അഥവാ നമ്മൾ അതിന് ശ്രമിച്ചാൽ തന്നെ നമ്മളെ പേടിച്ച് അവൻ അനുസരിക്കുമായിരിക്കും. എന്നാലും തരം കിട്ടുമ്പോ അവൻ വല പൊട്ടിക്കുകയും ചെയ്യും. അങ്ങനെ പോകുന്നവനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ വിചാരിക്കുന്നവരെ എളുപ്പമല്ല. പിന്നെ ചാച്ചൻ എന്താ ഉദ്ദേശിക്കുന്നേ? അവന്റെ മനസ്സില് പച്ച കുത്തിയതുപോലെ പതിഞ്ഞു കിടക്കുന്ന ഒരു രൂപമുണ്ട്, ആ മേനോന്റെ മോളുടെ. ആ രൂപം അവൻ പോലും അറിയാതെ അവന്റെ മനസ്സിൽ നിന്ന് ചുരണ്ടി മാറ്റണം. അത് ഞാനോ നീയോ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മോള് മനസ്സ് വെക്കണം. അവന്റെ അമ്മച്ചി വിരട്ടും ഭീഷണിയും കൊണ്ടാണ് അവനെ വരുതിയിലാക്കിയതെങ്കിൽ നമ്മുടെ കൊച്ച് അവനെ സ്നേഹം കൊണ്ട് തളയ്ക്കണം. പിന്നെ മേനോന്റെ മോളെന്ന് കേട്ടാ അവൻ അറയ്ക്കണം, വെറുക്കണം. ചാച്ചൻ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട. അവൾ ഒരുപാട് മോഹിച്ച് നേടിയെടുത്തതല്ലേ അവനെ. ഒക്കെ അവൾ അതിന്റെ തഞ്ചവും തരവും നോക്കി വളച്ചെടുത്തുള്ളൂ അവനെ. അതെ, ആദ്യം നമുക്ക് ഈ മിന്നുകെട്ടൊന്ന് ഗംഭീരമാക്കണം. നമ്മുടെ മുഖത്ത് നോക്കി കൊഞ്ഞനും കുത്തിയവരെ മുഖമടച്ചുള്ള അടിയായിരിക്കണം ചാച്ച നമുക്ക് ഈ കല്യാണം. ആഹാ, രണ്ടുപേരും കൂടി മത്സരിച്ചാണല്ലോ മനക്കോട്ട് കെട്ടിപ്പൊക്കുന്ന പാപ്പിച്ചായ. ഒരുപാടങ്ങ് കെട്ടിപ്പൊക്കല്ലേ ചായ. ഒടുക്ക എല്ലാം കൂടി തകർന്നടിഞ്ഞു വീഴുമ്പോ താങ്ങാൻ പറ്റിയെന്ന് വരികല്ലോ കേട്ടോ. നീ കളിയാക്കൊന്നും വേണ്ടടി. ഞങ്ങള് മനക്കോട്ട കെട്ടിയതൊന്നുമല്ല. ഈ ഇടവകയില് ഇതുവരെ നടന്ന കല്യാണങ്ങളിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ കല്യാണം നിന്റെ ആയിരിക്കണം. എന്നതാ, നിനക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോടി മോളെ? എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പാപ്പിച്ചായനും ഇച്ചായനും എനിക്കൊരു ഉറപ്പ് തരണം. എന്നതാടി ഒരു വളച്ചുകെട്ട്? നീ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. ഇവളെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് കല്യാണ ചെറുക്കനോട് വികാരിയച്ഛൻ വിളിച്ച് ചോദിക്കുമ്പോ സമ്മതമാണെന്ന് അവൻ പറയുമെന്ന് ഉറപ്പുണ്ടോ പൂക്കാടൻ മുതലാളിക്ക് മോനും?
എനിക്കാ ഉറപ്പില്ല. അതില്ലാത്തടത്തോളം കാലം ആളും ആർഭാടവും കൂട്ടി അരങ്ങ് കൊഴിപ്പിക്കാൻ നോക്കണ്ട രണ്ടാളും. അഥവാ സമ്മതമല്ലെന്ന് പറയാനാ അവൻ നാക്ക് വളയ്ക്കുന്നതെങ്കിൽ നാറി നാണം കെട്ട് തലയൊളിക്കാൻ സ്ഥലമില്ലാതാകും പാപ്പിച്ചാനും മക്കൾക്കും. അതുകൊണ്ട് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തവരെ മാത്രം ക്ഷണിച്ചാ മതി ഈ ഞാണിന്മേൽ കളിക്ക്. അല്ലാതെ വലിയ മാമാങ്കത്തിനൊന്നും നിൽക്കണ്ട. അജോ, നാളെ മിന്നുകെട്ടിനിടാനുള്ള കോട്ട പാകമാണോ നോക്ക്. ഇല്ലെങ്കിൽ കട അടയ്ക്കുന്നതിന് മുമ്പ് മാറ്റിയെടുക്കാം. നിനക്കെന്നെ മനസ്സിലായില്ലേ?